അപ്പോൾ ഗൈസ് നമ്മളിതാ ഇത് വോയിസ് ഓവർ ചെയ്യണത്. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാനല്ല, എൻ്റെ കൂട്ടുകാരനാണ് പോയത്. താറിൻ്റെ റോക്സ് അതായത് താർ 5 ഡോറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അവൻ. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഇവൻ്റാണ് ഇന്നലെ 14 ഓഗസ്റ്റ് 14 ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നത്. അത് പീക്ക് ലോഞ്ച് ഓഗസ്റ്റ് 15 ഇന്ന് ആണ് ഇതിൻ്റെ ലോഞ്ച്, ശരിക്കുള്ള ലോഞ്ച് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ. അതാ അങ്ങനെ നമ്മുടെ താർ 5 ഡോർ പൊങ്ങി വരുന്നു ഗൈസ്. അപ്പോൾ ഒരു എന്തോ സ്റ്റേജ് പോലത്തെ സാധനത്തിട്ടാണ് ഈ താർ 5 ഡോർ ഇങ്ങനെ പൊങ്ങി വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ഇത് ഷൂട്ട് ചെയ്തത്. താങ്ക്സ് ബ്രോ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അവൻ അപ്പോഴേക്കും അവിടെ അവന് 13 ഓഗസ്റ്റ് 13 തന്നെ അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ തന്നെ സ്റ്റേ അടിച്ചുകൊണ്ട് അവന് കാണാൻ പറ്റി. എനിക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അപ്പോൾ 18 ഇഞ്ച് വീലും പിന്നെ എക്സ്റ്റെൻഡ് ഡോർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അവിടെ 5 സീറ്ററാണ്, അല്ല 7 സീറ്റർ അല്ല. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ ഉള്ളിൽ നോക്കിയപ്പോൾ ആദ്യം നോക്കിയ സൺറൂഫ് ഉണ്ടെന്ന്. അപ്പോൾ താറിൽ അങ്ങനെ സൺറൂഫ് വന്നു ഗൈസ്. 5 ഡോറിൽ അങ്ങനെ സൺറൂഫ് വന്നു. പിന്നെ അതിൽ കാണാൻ പറ്റണത് മറ്റേ നമ്മുടെ ബാക്ക് AC വെൻ്റ് ഉണ്ട്. ബാക്കിൽ ഇരിക്കുന്ന ആൾക്കൊക്കെ AC വെൻ്റ് ഉണ്ട്. പിന്നെ പിടിക്കാൻ ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. പിന്നെ ടെയിൽ ലാമ്പ് സെറ്റ് ആയിരുന്നു ഗൈസ്. സ്പെയർ വീലുണ്ട് ബാക്കിൽ. ബൂട്ട് സ്പേസ് ഏറ്റവും ഞാൻ നോക്കിയത് എന്താ വെച്ചാൽ വൈപ്പർ ഉണ്ടാവുന്നു ബാക്കിൽ. 3 ഡോർ താറിൽ വൈപ്പർ ഇല്ല, 5 ഡോർ താറിന് വൈപ്പർ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, നമ്മുടെ XUV 700 അതേപോലത്തെ സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ അതിൽ പറയുന്നുണ്ട് പെട്രോളിന് ഇപ്പോൾ 13 lakhs ഡീസലിന് 14 lakhs ആണ് സ്റ്റാർട്ടിങ്. മാനുവലിന് ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം അറിയില്ല. ഇത് ടെയിൽ ലാമ്പ് കാണാം, അടിപൊളി ടെയിൽ ലാമ്പും 18 ഇഞ്ച് അലോയ് വീലാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാം ഗൈസ്. ബാക്കി നിങ്ങൾ കാണുക ഗൈസ്, ഞാൻ വെറുതെ വെറുപ്പിക്കണില്ല. അപ്പം അങ്ങനെ നമ്മളിതാ ഡോർ തുറന്നു ഗൈസ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ അവർ സമ്മതിച്ചില്ല, അടയ്ക്കാൻ പറഞ്ഞു. നമുക്കുള്ള വണ്ടി വേറെ കാണിച്ചു തരാറുണ്ട്, പക്ഷേ ഞാൻ പോയില്ല. എന്തായാലും ബാക്ക് അടിപൊളിയാണ് ഗൈസ്, എനിക്കിഷ്ടമായി. പിന്നെ ഇതാ ഹാൻഡിൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ XUV 700 അതേ സ്റ്റിയറിംഗ് വീലാണ്. എനിക്ക് തോന്നിയതാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ അവിടെ കണ്ടത് വൈറ്റ്, ബ്ലാക്ക്, ഈ റെഡ് താർ റോക്സ് എന്നൊരു ബാഡ്ജിങ്ങും ഉണ്ട്. ആ മറ്റേ വീലാർച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ഇതിന് നല്ല തിക്നെസ്സോടെ ഉണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ്സ് DRL സെറ്റ് എനിക്ക് ഇഷ്ടമായി. DRL അടിപൊളിയാണ് ഗൈസ്, എനിക്കിഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ല് ഗൈസ്. ഇതാണ് നമ്മുടെ മഹീന്ദ്ര താർ 5 ഡോർ അല്ലെങ്കിൽ മഹീന്ദ്ര താർ റോക്സ് അതിൻ്റെ ഗ്രില്ലാണ് ഗൈസ് ഇത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അടിയിൽ ഹലോജൻ്റെ ഫോഗ് ലാമ്പാ തോന്നുന്നു, പക്ഷേ ചിലപ്പോൾ LED ആവും, അറിയില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ കുറച്ച് ദിവസം കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചോദിച്ച ഒരു ഷോറൂമിൽ അവർ താറിൻ്റെ അതായത് താർ റോക്സ് അതായത് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വന്നാൽ തരാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റിവ്യൂ ഇടാം.
അപ്പോൾ ഇതാണ് നമ്മുടെ താർ 5 ഡോർ വൈറ്റ് കളർ ഗൈസ്. അപ്പോൾ താർ റോക്സിൻ്റെ വൈറ്റ് കളറാണ് ഗൈസ്. പേൾ വൈറ്റ് അല്ല, സൂപ്പർ വൈറ്റ് തോന്നണോ അറിയില്ല ഗൈസ്. എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, അവനെന്തോ പറഞ്ഞു അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്കത് ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇൻറ്റീരിയറിലെ ബേജ് കളർ സീറ്റ്സും പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഇപ്പോൾ ഫുള്ള് കാണുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വിത്ത് വയർലെസ് ചാർജിങ്ങും. പിന്നെ അപ്പുറത്ത് USB Type-C ആണ് തോന്നുന്നു. Type-Cയും Type-Aയും ഉണ്ട് തോന്നുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഒരു 26 ഇഞ്ച് 26 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും അപ്പുറത്ത് എത്ര ഇഞ്ച് അറിയില്ല ഗൈസ്, ഡിജിറ്റൽ സ്ക്രീൻ തന്നെയാണ് അവിടെ സ്റ്റിയറിംഗ് വീലിൻ്റെ അവിടെ കൊടുക്കുന്നത്. അതൊരു 700 സ്റ്റിയറിംഗ് വീൽ പോലെ തന്നെ തോന്നുന്നുണ്ട് ഗൈസ്, അറിയില്ല. പിന്നെ അപ്പോൾ നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോൾ ബ്ലാക്ക് കളർ കാറ് ഉണ്ട് ഗൈസ്. അപ്പം അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുറേ ആൾക്കാർ വന്നു, കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നു ഗൈസ്. നമ്മുടെ ബൈൽ ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, എനിക്ക് കാണാൻ പറ്റിയില്ല അൺഫോർച്യുനേറ്റ്ലി. പക്ഷേ അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അവൻ അടുത്ത ഫോട്ടോ ഉണ്ട്. അപ്പോൾ പിന്നെ ഗൈസ് ഞാൻ ഈ വാക്കുകൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണുക ഗൈസ്, കുറച്ച് നേരം കൂടി ഉള്ളൂ, നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ഞാൻ ഈ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.